सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आप लोग थंबनेल देखा होगा। अच्छा, आज हम पिछली परीक्षा में आई प्रश्नों पर चर्चा करने जा रहा है। हम पिछली साल के प्रश्न पत्र चर्चा करेंगे। आप लोग सभी इस पर ध्यान दें ताकि आपको एक एक प्रश्न में क्या क्या पूछा है, कैसा लिखना है, इसके बारे में अवश्य जान लेंगे। എല്ലാ കൂട്ടുകാർക്കും BRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ തമ്പനെയിൽ ശ്രദ്ധിച്ചു കാണും. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചയാണ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എങ്ങനെ എഴുതണം, ഏതൊക്കെ പോയിന്റുകളാണ് അതിൽ എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എപ്രകാരം എഴുതണം, എന്തൊക്കെ പോയിന്റുകളാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് SSLC എക്സാമിനേഷൻ മാർച്ച് 2023 കഴിഞ്ഞ വർഷത്തെ മാർച്ചിൽ നടന്ന പബ്ലിക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും പക്കൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഘടനയെപ്പറ്റി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ടോട്ടൽ സ്കോർ 40 മാർക്കിനാണ്. ടൈം 1.5 മണിക്കൂറാണ്. നിർദ്ദേശങ്ങൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ച് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ എഴുതണം, ഓരോന്നിന് എത്ര ടൈം എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ നിർദ്ദേശം ഒന്ന് ശ്രദ്ധിച്ചാലോ. പഹല 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം ഹെ. നിങ്ങൾക്കൊരു 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ കൂൾ ഓഫ് ടൈം കൊടുക്കുന്നത്? അതെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ये समय प्रश्न पत्र और उत्तर के आयोजन के लिए है. ആ 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിനും ആൻസർ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള പ്ലാനിങ് നടത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം അനുവദിച്ചിട്ടുള്ളത്. സൂചനാവും കെ അനുസാർ ഹി പ്രശ്നവും കെ ഉത്തരലിക്കെ. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായിട്ടുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്ത് ചെയ്യാനുള്ളതാണ് എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ സൂചന നൽകിയിട്ടുണ്ട്. ആ സൂചന നല്ലതുപോലെ മനസ്സിലാക്കി വേണ്ട രീതിയിൽ ആൻസർ എഴുതാൻ ശ്രമിക്കണം. ഉത്തർ ലിഖ്തേ സമയ അങ്ക് ഓർ സമയ പർ ധ്യാൻ രഖേ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്തർ ലിഖ്തേ സമയ അങ്ക് ഓർ സമയ പർ ധ്യാൻ രഖേ. അതായത് ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, എത്ര പോയിന്റ് എഴുതണം, എത്ര സമയം എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം 4 മാർക്കിനുള്ളതാണെങ്കിൽ നിങ്ങൾ എത്ര പോയിന്റ് എഴുതണം എന്നുള്ള കാര്യം ആദ്യം ഡിസൈഡ് ചെയ്യണം. മനസ്സിലായില്ലേ? 1 മാർക്കിനാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ഒരു ശബ്ദത്തിലോ ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലോ മാത്രമേ അതിന് ആൻസർ എഴുതാൻ സമയമെടുക്കാവൂ. സമയം അമൂല്യമാണ്, ഓരോ സമയവും. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ വായിക്കുക. നല്ലപോലെ വായിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എങ്ങനെ എഴുതണം, ഓരോന്നിനും എത്ര സമയമെടുക്കണം എന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഉത്തരം എഴുതുന്നതിന് മുമ്പേ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, ആൻസർ ചെയ്യുമ്പോൾ അതിന് എത്ര മാർക്ക് കിട്ടും, അതിന് എത്ര സമയമെടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ആണ് നമ്മൾ കൂൾ ഓഫ് ദി ടൈമിൽ എടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഹിന്ദി പരീക്ഷ ഈസി ആയിരിക്കും, എല്ലാവർക്കും എഴുതാൻ പറ്റും.
പിന്നെ പറയാനുള്ള ഒരു പ്രധാന കാര്യം, നമുക്കറിയാം നമ്മളെല്ലാവരും സമർത്ഥന്മാരായിട്ടുള്ള ആൾക്കാരല്ല. പലർക്കും ഹിന്ദി ഇഷ്ടമായിരിക്കും, പലർക്കും കുറച്ച് പുറകിലോട്ടായിരിക്കും ഹിന്ദി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഹിന്ദിക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധയോടുകൂടി എല്ലാ ക്വസ്റ്റ്യൻ്റെയും, അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻ എഴുതണം എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്കുകൾ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെയും ആൻസർ വിടാതിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നാലും അറിഞ്ഞുകൂടാത്തതായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുക. എഴുതാൻ ശ്രമിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർക്കായിരിക്കും ഹിന്ദി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഹിന്ദി നിങ്ങൾക്ക് പാടുള്ള സബ്ജക്റ്റ് എന്ന് വിചാരിക്കാതെ എനിക്കിത് എഴുതാൻ പറ്റും എന്ന രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കുക. നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും എളുപ്പമുള്ള ക്വസ്റ്റ്യനും കാണും, പാടുള്ള ക്വസ്റ്റ്യനും കാണും. അപ്പോൾ അത് ഏതായിരുന്നാലും നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യനാണോ ആദ്യം അറിയാവുന്നത്, അതായത് നല്ലപോലെ അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ആദ്യം നൽകി പോരുക. പിന്നീട് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ അവസാനം എഴുതാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ്റെ നമ്പർ കൃത്യമായിട്ടും എഴുതുക. ഏതാണോ നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നുള്ളത് അത് ആദ്യം എഴുതുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഏത് ക്രമത്തിന് എഴുതിയാലും ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഉത്തരം നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്ക് അവിടെ കിട്ടുകയുള്ളൂ, അതിൻ്റെ സ്കോർ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നാലും നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ, നിങ്ങളിത് പഠിച്ചിട്ടും നിങ്ങൾക്കത് മനസ്സിലാവാത്ത ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പഠിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു പാഠത്തിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതിനെ ഒഴിവാക്കാം എന്ന് വിചാരിക്കാതെ അതിൻ്റെ ആൻസർ എഴുതാൻ ശ്രമിക്കുക. അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നീറ്റായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾ വിചാരിക്കും പോലെ ഹിന്ദി അത്ര കഠിനമായ വിഷയമല്ല, നിങ്ങളെക്കൊണ്ട് എഴുതി ജയിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടട്ടെ എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും ഓരോ ക്വസ്റ്റ്യനും എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പം 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ കൂട്ടുകാർ അതൊന്ന് തുറന്നു വെച്ചിരുന്നാൽ നിങ്ങൾക്കത് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെ ആൻസറും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സൂചന, ठाकुर का कुआं कहानी का यह अंश पढ़े, प्रश्न 1 और 2 के उत्तर लिखे. അപ്പം ആദ്യത്തെ സൂചന ഇതാണ്. ഠാക്കൂർ കാ കുവ കഹാനി കാ യഹ് അംശ് പഠേ. നമ്മൾ പഠിച്ച കഥയാണ് ഠാക്കൂർ കാ കുവ. നിങ്ങൾക്കറിയാം പ്രേംചന്ദിൻ്റെ കഥയാണ്. അപ്പോൾ ഠാക്കൂർ കാ കുവ ഒരു പ്രസിദ്ധമായ കഥയാണ് പ്രേംചന്ദ് ജിയുടെ. അപ്പോൾ ആ കഥയുടെ അംശമാണ് ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്നത് ബോക്സിൽ. അപ്പോൾ എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി 2 ക്വസ്റ്റ്യൻ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സ്കോർ 5 ആണ്. ആദ്യം ഒരു 1 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, ഇതിന് 1 മാർക്ക്. പിന്നെ ചോദിച്ചിരിക്കുന്നത് 4 മാർക്കാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മാർക്ക് 5 ആണ്. അപ്പോൾ സ്കോർ 5 ആണ്. സ്കോർ 5-ന് നിങ്ങൾ എങ്ങനെ എഴുതണമെന്ന് ആദ്യം പ്ലാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ളത് ശ്രദ്ധിക്കുക. ആ ബോക്സിലുള്ള ജോക്കുനെ ആശ്ചര്യ സെ ഉസ്കി ഓർ ദേഖ, പാനി കഹാം സെ ലായേഗി. ജോക്കുനെ ആശ്ചര്യ സെ ഉസ്കി ഓർ ദേഖ. ജോക്കു നമ്മുടെ ഗംഗയെ ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. പാനി കഹാം സെ ലായേഗി, വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും. ഠാക്കൂർ ഒരു സാഹു കെ ദോ കുയേ തോ ഹേ. ഠാക്കൂറിനും സാഹുവിനും 2 പേർക്കും കിണറുകളുണ്ട്, 2 കിണറുകളുണ്ട്. ക്യാ ഏക് ലോട്ട പാനി നാ ഭർനെ ദേങ്കെ. എന്താ അവർ ഒരു മൊന്ത വെള്ളം എടുക്കാൻ സമ്മതിക്കൂലേ. ഹാത്ത് പാവ് തുടുവാ ലഗേഗി ഓർ കുച്ച് നാ ഹോഗ. അപ്പോൾ എന്താണ്, അത് കേൾക്കുമ്പോൾ തന്നെ ഠാക്കൂറിന് ഉണ്ട് അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്താലോ അത് ഓർമ്മിക്കാൻ തന്നെ വിറയലാണ് വരുന്നത്. ഓർ ക്യാ ഓർ കുച്ച് നാ ഹോഗ ബൈഡ് ചുപ്കെ സെ, മിണ്ടാതെ ഇരുന്നു. ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേങ്കെ, ഠാക്കൂർ ലാട്ടി മാരേങ്കെ, സാഹുജി ഏക് കെ 5 ലഗെ. അപ്പോൾ എന്താണ്, വെള്ളം എടുക്കാൻ പോയ അവരുടെ കിണറ്റിലൊക്കെ വെള്ളം എടുക്കാൻ പോയ ബ്രാഹ്മണന്മാരാണെങ്കിൽ അവർ ആശീർവാദിക്കും. ഠാക്കു ആണെങ്കിൽ എന്താണ്, അടിക്കും അല്ലേ, അടിച്ചോട്ടിക്കും. സാഹുജി ഇനി എന്താണ്, കച്ചവടക്കാർ അവരുടെ കിണറ്റിൽ നിന്നാണ് എടുക്കാൻ പോകണമെങ്കിൽ അവർ ഒരു വെള്ളം എടുക്കെങ്കിൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. 5 ലെങ്കെ. ഗരീബോം കാ ദർദ് കോൺ സമച്ചേങ്ക. പാവങ്ങളുടെ
പാവങ്ങളുടെ വേദന ആര് മനസ്സിലാക്കും? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. 1 മാർക്കാണ്. ठाकुर और साहू के 2 कुएं तो है. ठाकुर और साहू के 2 कुएं है. ഠാക്കൂറിനും സാഹുവിനും ഓരോരോ കിണറുകളുണ്ട്. ക്യാ ഏക് ലോട്ട പാനി ന ഭർനെ ദേംഗെ. എന്താ, ഒരു മൊന്ത വെള്ളം അവർ തരാതിരിക്കുമോ? ഏ കിസ്ക കഥൻ ഹെ. ഇത് ആരാണ് ഇത് പറഞ്ഞത്? ആരാണത് പറഞ്ഞത്? നിങ്ങൾക്കറിയാം, അത് ഗംഗിയാണ് പറഞ്ഞത് അല്ലേ? ഗംഗിയാണ് അത് പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. कहानी के इस प्रसंग के आधार पर पटकथा का एक दृश्य लिखे. 4 മാർക്കാണ് പട്കഥ തയ്യാറാക്കുക. അപ്പം നിങ്ങൾക്കറിയാം പട്കഥ എങ്ങനെ തയ്യാറാക്കണമെന്ന്. പട്കഥ തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്നും അറിയാം, നമ്മൾ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ പട്കഥ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സിറ്റുവേഷൻ വേണം. സിറ്റുവേഷൻ ഇപ്പം മനസ്സിലായല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പിന്നെ ഒരു സമയം വേണം, പിന്നെ എന്താണ്, കഥാപാത്രം വേണം, പിന്നെ എന്താണ്, അവർ തമ്മിലുള്ള വാർത്താലാപം. ഇത് ചേർത്താണ് നമുക്ക് പട്കഥ തയ്യാറാക്കാനുള്ളത്. അപ്പോൾ അത് പട്കഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പട്കഥ ഗംഗി ജോക്കു കോ പീനെ കെ ലിയെ പാനി ദേത്തി ഹെ. ഇപ്പം എന്ത് ചെയ്യുന്നു? സന്ദർഭം ഇതാണ്. പട്കഥയുടെ നമ്മൾ സീൻ ഇതാണ്. ഗംഗി ജോക്കു കോ പീനെ കെ ലിയെ പാനി ദേത്തി ഹെ. അപ്പം ഗംഗി കുടിക്കാനായിട്ട് വെള്ളം ജോക്കുവിന് കൊടുക്കുന്നു. സ്ഥാൻ ഏക് ചോമ്പടിക്ക് അന്തർ. ഒരു കുടിലിൻ്റെ അകഭാഗമാണ്. സമയ് ദോപഹർ കെ 2 ബജെ. സമയം എത്ര മണിയാണ്? 2 ബജെ. ദോപഹർ ഉച്ച സമയമാണ്, 2 മണിയാണ്. പാത്ര. ഇനി കഥാപാത്രങ്ങൾ. ഏക് ഗംഗി. ഒന്നാമത്തെ കഥാപാത്രം ഗംഗിയാണ്. 40 സാൽ കി ഔരത്ത്. ഒരു 40 വയസ്സായ ഒരു സ്ത്രീയാണ്. ധോത്തി ഓർ ചോലി പഹനി ഹെ. ധോത്തി മുണ്ടും ചോലി ഒരു ബ്ലൗസൊക്കെ ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഒരു ജോക്കു. രണ്ടാമത്തെ കഥാപാത്രം ജോക്കു. 25 സാൽ കാ ആദ്മി. ഒരു 50 വയസ്സായ ഒരു ആളാണ്. ധോത്തി ഓർ ബനിയൻ പഹന ഹെ. ഒരു ധോത്തിയും ബനിയനും, മുണ്ടും ബനിയനും ഇട്ടിട്ടുണ്ട്, അതാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം എഴുതി. ഇനി ദൃശ്യക്കാ വിവരം. ഇനി ദൃശ്യം എന്താണെന്നോ? പ്യാസ് സെ പരേശാൻ ഹോക്കർ ജോക്കു കമരെ കി പലങ്ക് പർ ബൈഠാ ഹെ. പ്യാസ് സെ പരേശാൻ. ദാഹിച്ച് പരവശനായി ജോക്കു എന്ത് ചെയ്യുന്നു? കമരേക്ക് പലങ്ക് പർ ബൈഠാ ഹെ. മുറിയിലെ കട്ടിലിൽ ഇരിക്കുകയാണ്. ഉസ്കോ ഗംഗി പീനെ കെ ലിയെ ലോട്ടെ മേ പാനി ദേത്തി ഹെ. അപ്പം അയാൾക്ക് കുടിക്കാനായിട്ട് നമ്മുടെ ഗംഗി എന്ത് ചെയ്യുന്നു? വെള്ളം കൊടുക്കുന്നു. ഇനി ആ സംവാദമാണ്, അവർ തമ്മിലുള്ള സംവാദം. ജോക്കു ബഹുത് പ്യാസ് ലഗ് രഹി ഹെ. ദോടാ പാനി ലാവോ. വളരെയധികം ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരൂ എന്ന് പറയുകയാണ് അല്ലേ? ദോടാ പാനി ലാവോ, കൊണ്ടുവരാൻ പറയുകയാണ്. ഗംഗി അഭിലാത്തിഹും, ഇപ്പോൾ കൊണ്ടുവരാം. ജോക്കു ലോട്ട മൂസെ ലഗാക്കർ. അപ്പം ജോക്കു എന്ത് ചെയ്യുന്നു? ആ മുന്ത വയ്ക്കുന്നു. മുഹ്പർ ലഗാക്കർ, വായിൽ വെച്ചിട്ട്. ഈ കൈസ പാനി ഹെ. ഇത് എന്ത് വെള്ളമാണ്? തൂ യഹ് പാനി കഹാം സെ ലായി. നീ എവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവന്നത്? ഗംഗി ദൂർക്കെ കുയേസെ. അങ്ങ് ദൂരെയുള്ള ഒരു കിണറ്റിൽ നിന്ന്. കൽഹി ലായിഹും. ക്യാ ഹുവാ? കൽഹി ലായിഹും, ഇന്നലെ കൊണ്ടുവന്നത്. കൽഹി ലായിഹും ക്യാ ഹുവാ, എന്ത് പറ്റി? ജോക്കു മാരെ ബാസ് കെ പിയാ നഹിം സക്ത. എനിക്കിത് കുടിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയാൻ. ഗല സൂക്ക ജാ രഹാ ഹെ. തൊണ്ട വരളുകയാണ്. ഓർ തൂ സഡാ പാനി പിലായെ ദേത്തി ഹെ. നീ കൊണ്ടുവന്നത് എന്താണ്? അഴുകിയ വെള്ളമാണ്. സഡ എന്ന് പറഞ്ഞാൽ അഴുകിയ, അതായത് നീ കൊണ്ടുവന്നത് ചീത്ത വെള്ളമാണ് എന്ന് പറയുകയാണ്. ഗംഗി ലോട്ട നാക്ക് സെ ലഗാക്കർ. മൂക്കിൻ്റെ അടുത്ത് ആ മുന്ത കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്മെല്ല് നോക്കുകയാണ്. ജോക്കു ലോട്ട ഗംഗി ലോട്ട നാക്ക് സെ ലഗാക്കർ. ഹാ ബദ്ബു ഹെ. അതെ, ഇതിൽ നിന്ന് എന്തോ ഒരു സ്മെല്ലുണ്ട്, ദുർഗന്ധമുണ്ട്. മഗർ കൈസെ, എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? കൊയ് ജാൻവർ കുയേമയും ഗിർക്കർ മരാ ഹോ.
അപ്പം ഏതോ മൃഗം കൊയ് ജാൻവർ കുയേമേ ഗിർക്കർ മരാ ഹോഗ, ഏതോ മൃഗം ഈ കിണറ്റിൽ വീണ് ചത്ത് കാണും, അതായിരിക്കും ഈ വെള്ളത്തിന് ഇങ്ങനെ സ്മെല്ല് വരാൻ കാരണമെന്ന് ഗംഗി പറയണം. ജോക്കു ദോടി ദേർ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം, പ്യാസ് സഹി നഹിം പാത്ത, അപ്പം ദാഹം അടക്കാൻ പറ്റുന്നില്ല, ലാ ദോഡ പാനി നാക്ക് ബന്ദ് കർക്കെ പീലും, കുറച്ച് വെള്ളം കൊണ്ടുപോകാൻ ഞാൻ മൂക്ക് പൊത്തിയിട്ട് എന്ത് ചെയ്യാം, വെള്ളം കുടിക്കാമെന്ന് ജോക്കു പറയുകയാണ്. ഗംഗി മെയ് നഹിൻ ദൂങ്കി, ഇല്ല ഞാൻ തരൂല, ഖരാബ് പാനി സെ ആപ്കി ബീമാരി ബെഡ് ജായേഗി, അപ്പം ഈ ചീത്തയായ വെള്ളം, ഈ ദുർഗന്ധമുള്ള അഴുകിയ വെള്ളം കുടിക്കുകയാണെങ്കിൽ അസുഖം വർദ്ധിക്കുമെന്ന് പറയണം. മെയിൻ കഹീം സെ ദൂസര പാനി ലാക്കർ ദേത്തിഹും, ഞാൻ വേറെ എവിടെന്നെങ്കിലും വെള്ളം കൊണ്ട് തരാമെന്ന് പറയണം. ജോക്കു ദൂസര പാനി കഹാം സെ ലായേഗി, വേറെ വെള്ളമോ എവിടെ നിന്ന് കൊണ്ടുവരും. ഗംഗി ഠാക്കൂർ ഓർ സാഹു കെ ദോ കുയേ തോ ഹേ, അപ്പം സാഹുവിനും ഠാക്കൂറിനൊക്കെ വേറെ വേറെ കിണറുകളുണ്ടല്ലോ. ക്യാ ഏക്ക് ലോട്ട പാനി നാം ഭർണേ ദേങ്കെ, എന്താ അവർ ഒരു മുന്ത വെള്ളം തരാതിരിക്കുമോ. ജോക്കു ഹാത്ത് പാവ് തുടുവ ആയേഗി ബൈഡ് ചുപ്കേസ്, എൻ്റെ കാലും കൈ അവർ അടിച്ചു പൊട്ടിക്കും. ആ കാര്യം ഓർമ്മിക്കുമ്പോൾ തന്നെ എന്താണ് വിറയലാണ് വരുന്നത്, അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കെ എന്ന് പറയുകയാണ്. ഗംഗി ആപ്പ് ചിന്താ മത് കീജിയെ മുझे പതാ ഹെ ക്യാ കർനാ ഹെ, നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ജോക്കു ടീക്ക് ഹെ തുമാരി മർസി, അങ്ങനെയാണെങ്കിൽ ശരി, നിന്റെ ഇഷ്ടം പോലെ, ജൽദി വാപ്പസ് ആന, പെട്ടെന്ന് തിരികെ വരണം. മന്മയും സാഹസ് ഭർഗർ ഗംഗി रस्सी और खड़ा लेकर ठाकुर के कुएं की ओर निकल जाती है. അപ്പോൾ മനസ്സിൽ ധൈര്യം സംഭരിച്ചിട്ട് ഗംഗി എന്ത് ചെയ്യുന്നു, കയറും തൊട്ടിയും എടുത്ത് ഠാക്കൂറിൻ്റെ കുഴിയിലോട്ട് പോവുകയാണ്. കണ്ടോ വാർത്താലാപ്. വാർത്താലാപ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ സംവാദത്തിന് തയ്യാറാക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തയ്യാറാക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ കിട്ടുകയുള്ളൂ. 4 മാർക്കാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥാൻ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ള സ്ഥാനം. അപ്പം നമുക്ക് ചോമ്പടിയാണ്. പിന്നെ സമയം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എഴുതാം. അത് കഥാപാത്രങ്ങൾ ജോക്കു ഗംഗി, അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒരു മോഡൽ, ഒരു ഫോർമാറ്റ് രൂപത്തിലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. എഴുതാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ മാർക്ക് കിട്ടുകയുള്ളൂ. അടുത്തതിലോട്ട് പോവാം. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഠാക്കൂർ കാ കുവ എന്ന കഥയുടെ അംശമാണ് തന്നിരുന്നത്. അത് തന്നിട്ട് നമുക്ക് ഒരു ഒൺവേഡ് രൂപത്തിലുള്ള ക്വസ്റ്റ്യനും, അതായത് ഒരു സെൻറ്റൻസിൽ ആൻസർ ചെയ്താനുള്ള ക്വസ്റ്റ്യനും തന്നു. പിന്നെ ഒരു പട്കഥ തയ്യാറാക്കാം. അങ്ങനെ ടോട്ടൽ സ്കോർ 5 മാർക്കാണ്. 5 മാർക്കിന് എങ്ങനെയാണ് ആൻസർ എഴുതാനുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ പട്കഥയുടെയൊക്കെ ഫോർമാറ്റ് തന്നെ ഏകദേശം ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ കൂളായിട്ട് എഴുതിയാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനസ്സിലായല്ലോ ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത് സൂചന. आई एम कलाम के बहाने फिल्म लेग का यह अंश पढ़े और 3 से 5 तक के प्रश्नों के उत्तर लिखे. അടുത്തത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് പാഠമാണ്, ഇമ്പോർട്ടൻ്റ് ഐക്കായാണ്. അത് നിങ്ങൾ നല്ലപോലെ വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനുള്ള. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി വായിക്കുക, മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷാ ഹാളിൽ പോകാനുള്ളത്. आई एम कलाम के बहाने ഫിലിം ലേഗ് കാ യഹ അംശ പഠേ, ഈ ലേഖനത്തിലുള്ള ഈ അംശം വായിക്കുക. എന്നിട്ട് 3, 5 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. അപ്പം ബോക്സിലുള്ളതാണ് ഞാൻ വായിക്കുന്നത്. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം നമ്മുടെ रणविजयന് സ്കൂളിൽ ഭാഷൺ ദേനെ കെ ലിയെ കഹാ ജാതാ ഹെ, ഒരു പ്രസംഗം ചെയ്യാൻ പറയുകയാണ് സ്കൂളിൽ. रणविजय പരേഷാൻ ഹെ, അത് കേട്ടപ്പോൾ നമ്മുടെ रणविजय വളരെ വ്യാകുലനാവുന്നു. എന്തുകൊണ്ടെന്നാൽ ക്യോങ്കി ഉസ്കി ഹിന്ദി ഇത്തിനി അച്ചി നഹിം, എന്ന ഹിന്ദി അവന് അത്ര നല്ലപോലെ അറിഞ്ഞുകൂടാ, അതാണ് അവൻ്റെ പ്രശ്നം. കലാം മെഹ് ജാൻതാ ഹെ और ചട്ട് ഏക് അച്ഛാ സാ ഭാഷൺ ലിഖ് അപ്പനെ ദോസ്ത് रणविजय को ദേ ദേത്താ ഹെ. അപ്പം നമ്മുടെ കലാം
അല്ലേ? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉടൻ തന്നെ എന്താണ് നമ്മുടെ രൺ വിജയിന് വേണ്ടി ഒരു പ്രസംഗം തയ്യാറാക്കി, ഹിന്ദിയിൽ തയ്യാറാക്കി കൊടുക്കുന്നു. രൺ വിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ. അപ്പം എന്താണ് അവസാനം എന്ത് ചെയ്യുന്നു? നമ്മുടെ രൺ വിജയിന് ആ പ്രസംഗത്തിന് ആ സമ്മാനം കിട്ടുന്നു. എന്നുവെച്ചാൽ അച്ഛാ സാ ഭാഷൻ ലിഖ് അപ്പനെ ദോസ്ത് രൺ വിജയ് കോ ദേത്താ ഹെ. കലാം എന്ത് ചെയ്യുന്നു? നല്ലൊരു പ്രസംഗം തയ്യാറാക്കി രൺ വിജയിന് കൊടുക്കുന്നു. ആ പ്രസംഗത്തിന് രൺ വിജയിന് എന്താണ് പ്രഥം പുരസ്കാർ, ഫസ്റ്റ് പ്രൈസും കിട്ടുന്നു. ഇനി അതിലുള്ള ക്വസ്റ്റ്യൻ ആണ് സഹി വികൽപ്പ് ചുൻകർ ലിഖെ. സഹി വികൽപ്പ് ചുൻകർ ലിഖെ, ശരിയായിട്ടുള്ള ചോയ്സ് എടുത്തെഴുതണം. അപ്പോൾ അതിൽ അവിടെ നിങ്ങൾക്ക് അതായത് നമ്മുടെ സർവനാമം പ്രത്യയങ്ങളും ചേർത്തുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളെ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാഠത്തിലുള്ള ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് നോക്കൂ, ക വേ പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കെ ഉസ്കെ, യഹ് പ്ലസ് കെ ഉസ്കെ, യേ പ്ലസ് കെ ഉസ്കെ. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കെ ഉസ്കെ, അതാണ് ശരി. വഹ് പ്ലസ് കെ ഉസ്കെ, വേ പ്ലസ് കെ അല്ല, വഹ് പ്ലസ് കെ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അടുത്ത അവിടുന്ന് 2 മാർക്കിനുള്ള വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കലാം ഛട്ട് ഏക അച്ഛാ സാ ഭാഷൻ ലിഖ് അപ്പനെ ദോസ്ത് രൺ വിജയ് കോ ദേ ദേത്താ ഹൈ ക്യോ. ക്വസ്റ്റ്യൻ ഇതാണ്. കലാം ചട്ട് പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ഏക അച്ഛാ സാ ഭാഷൻ ഒരു നല്ലൊരു പ്രസംഗം ലിഖ് എഴുതി അപ്പനെ ദോസ്ത് രൺ വിജയ് കോ ദേത്താ ഹെ, തന്നെ ആ കൂട്ടുകാരൻ രൺ വിജയിന് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു പ്രസംഗം തയ്യാറാക്കി. ക്യോ, എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അത് അറിയണത് എന്തുകൊണ്ടാണെന്ന്. അപ്പം അതിൻ്റെ ആൻസർ ഇതാണ്. കലാം കെ ദോസ്ത് രൺ വിജയ് കോ സ്കൂൾ മെയും ഹിന്ദി ഭാഷൻ प्रस्तुत करना है और लेकिन उसकी हिंदी उतनी अच्छी नहीं है. എന്താ അവന് ഹിന്ദി, രൺ വിജയന് ഹിന്ദി അത്ര അറിഞ്ഞുകൂടാ. इसलिए उसकी मदद करने के लिए कलाम भाषण लिखकर देता है. അപ്പം രൺ വിജയന് എന്താണ് ഹിന്ദി നല്ലപോലെ അറിഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. उसे हिंदी अच्छी तरह नहीं लिख पाती है, इसलिए कलाम रन विजय को एक अच्छा सा भाषण लिखकर देता है എന്ന് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. एक दिन रन विजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം നമ്മുടെ രൺ വിജയിന് സ്കൂളിൽ എന്താണ് ഒരു പ്രസംഗം നൽകാൻ പറയുകയാണ്. ഇസ് പർ രൺ വിജയ് और കലാം കെ ബീച്ച് കാ ബാത്ചീത്ത് ഹുയി. അപ്പോൾ ആ സമയത്ത് അതായത് അപ്പം നമ്മുടെ രൺ വിജയന് ഹിന്ദി നല്ലപോലെ അറിഞ്ഞുകൂടാ. നമ്മുടെ കലാം സഹായിക്കുന്നു, അതാണ് സന്ദർഭം. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മുടെ കലാമും രൺ വിജയും തമ്മിലുള്ള വാർത്താലാപ ബാത്ചീത്ത് തയ്യാറാക്കാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം, ബാത്ചീത്ത് തയ്യാർ കരേ എന്ന് പറഞ്ഞാലും വാർത്താലാപ് തയ്യാർ കരേ എന്ന് പറഞ്ഞാലും സംവാദ് തയ്യാർ കരേ എന്ന് പറഞ്ഞാലും ഒരേ ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ വാർത്താലാപ് എന്ന് ചോദിക്കാതെ ബാത്ചീത്ത് എന്ന് പറയും. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ വാർത്താലാപാണ് തയ്യാറാക്കാനുള്ളത്. നമുക്ക് ശ്രദ്ധിക്കാം വാർത്താലാപ്. കലാം ഓർ രൺ വിജയ് കെ ബീച്ച്. മനസ്സിലായല്ലോ ആരൊക്കെ തമ്മിലുള്ള നമ്മുടെ കലാമും രൺ വിജയ് കെ ബീച്ച്. സ്കൂൾ മയും ഭാഷൻ പ്രതിയോഗിത, സ്കൂളിൽ ഒരു പ്രസംഗ മത്സരമാണ്. അപ്പം കലാം പറയുകയാണ്, ക്യാ ഹുവാ ദോസ്ത് പരേഷാൻ ക്യോം ഹോ. എന്തു പറ്റി കൂട്ടുകാരാ, എന്താ വ്യാകുലനായിരിക്കുന്നത്? രൺ വിജയ്, കൽ സ്കൂൾ മേ ഹിന്ദി ഭാഷൻ ദേനേക്കോ കഹാ ഹെ. നാളെ സ്കൂളിൽ ഹിന്ദി പ്രസംഗം അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കലാം, വഹ അച്ചി ബാത്ത് ഹെ എന്ന, അത് നല്ല കാര്യമല്ലേ? രൺ വിജയ്, पर तुम जानते हो ना मेरी हिंदी अच्छी नहीं है. എന്ന് നിനക്കറിയാമല്ലോ എൻ്റെ ഹിന്ദി അത്ര നല്ലതല്ലെന്ന്. കലാം, അരേ ചോടോ യാർ, അത് വിട്ടുകളയും എൻ്റെ സുഹൃത്തെ. മെയും ഹൂന, ഞാനില്ലേ. മെയും തുജ്കോ ഭാഷൻ ലിഖ് ദൂങ്ക, ഞാൻ നിനക്ക് ഭാഷൺ എഴുതരാം, പ്രസംഗം എഴുതരാം. രൺ വിജയ്, തും കൈസെ ലിഖേങ്കെ, നീ എങ്ങനെ എഴുതും? കലാം,
തുമേ അപ്പനെ ദോസ്ത് പർ ഭരോസ ഹെ ന, നിനക്ക് നിന്റെ കൂട്ടുകാരനെ വിശ്വാസമില്ലേ? മേ ലിഖ് ലൂങ്ക, ഞാൻ എഴുത്തരും, പക്ക, ഉറപ്പ് പറയുന്നു, പക്ക. രൺ വിജയ് പർ ദോസ്ത് മുझे കൽ തക്ക് ഭാഷൻ ചാഹിയെ, എന്ന കൂട്ടുകാരെ എനിക്ക് നാളെ തന്നെ ആ പ്രസംഗം കിട്ടണം. കലാം ചിന്ത മത് കരോ, നീ ഒന്നുകൊണ്ടും ചിന്തിക്കേണ്ട. രാത് കോ ലിഖ് സുബ ദേ ദൂങ്ക, ഞാൻ രാത്രി എഴുതി രാവിലെ നിനക്ക് തരാമെന്ന് പറയാം. രൺ വിജയ് ടീക്ക് ഹേ യാർ, ശരി കൂട്ടുകാരാ എന്ന് പറയുകയാണ്. അതാണ് ബാത് ചെയ്ത്. അപ്പം സന്ദർഭം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ സെൻറ്റൻസിൽ എഴുതുക. അപ്പം വാർത്താലാപം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് വ്യക്തികളുടെ ഇടയിലാണ് വാർത്താലാപം നടത്തുന്നത്. ആ വീഡിയോ, വാർത്താലാപിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ വാർത്താലാപം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ വേർഡുകളാണ്. ക്വസ്റ്റ്യൻ വേർഡുകൾ മാത്രമല്ല, പിന്നെ ചിഹ്നങ്ങൾ, ഉചിതമായ ചിഹ്നങ്ങൾ കൊടുക്കണം. അപ്പോൾ ആ പഞ്ച്വേഷൻ, അതേപോലെ ക്വസ്റ്റ്യൻ വേർഡ് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എഴുതിയതിനനുസരിച്ച് മാർക്ക് കിട്ടും. ആരും അത് ഒഴിവാക്കരുത്, എഴുതാൻ ശ്രമിക്കണം, എന്നാൽ അതിൻ്റെ മാർക്ക് കിട്ടും. അഥവാ ഇനി ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം 2 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ ഭാഷൻ, അതായത് ഭാഷൺ പ്രതിയോഗിത നടക്കുകയാണ്. ബാത്ചീത്താണ് അവിടെ ചോദിച്ചത്. നമ്മുടെ രൺ വിജയും അതേപോലെ നമ്മുടെ ഡോക്ടർ എ പി. അഥവാ അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഭാഷൻ മെയും രൺ വിജയ് പ്രഥം പുരസ്കാർ ആത്താ ഹെ. അപ്പോൾ നമ്മുടെ ഭാഷൻ പ്രതിയോഗിതയിൽ, അതായത് എന്താണ്, പ്രസംഗ മത്സരത്തിൽ നമ്മുടെ രൺ വിജയ്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി, 1ാം സ്ഥാനം കിട്ടി. ഇസ് ഘടന പർ സമാചാർ പത്രിക റപ്പഡ് കൽപ്പന കർക്കെ ലിഖെ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വാർത്താലാപ പ്രയാസമാണെങ്കിൽ റപ്പഡ് തയ്യാറാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വാർത്താലാപം തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലത്. വാർത്താലാപം തയ്യാറാക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ, ആ ക്വസ്റ്റ്യൻ വേർഡും ആ പഞ്ച്വേഷനും അതൊക്കെ നോക്കി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവിടെ ചേർത്ത് ആ പാരഗ്രാഫിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. റബ്ബഡാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതെങ്കിൽ അതും എഴുതാം. 2 ചോയ്സ് ഉണ്ട്, 4 മാർക്കാണ്. അതനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ ശ്രമിക്കാനുള്ളത്. അപ്പം നമുക്ക് ആ റബ്ബഡ് നോക്കിയാലോ. റബ്ബഡ് തയ്യാറാക്കാൻ ഭാഷൺ പ്രതിയോഗിത രൺ വിജയ് കോ പ്രഥം സ്ഥാൻ. ഭാഷൺ പ്രതിയോഗിത രൺ വിജയ് കോ പ്രഥം സ്ഥാൻ. ഒരു സ്ഥലം വേണം. ഇപ്പം എവിടെയാണോ ആ സ്ഥലം, ഏതാണോ ഒരു സ്ഥലം, അത് വെക്കണം. നമ്മൾ റബ്ബഡ് കണ്ടിട്ടുണ്ടല്ലോ പത്രവാർത്തയൊക്കെ, അതാ റബ്ബഡ് എന്താണെന്ന് മനസ്സിലായി. ഭാഷൺ പ്രതിയോഗിത രൺ വിജയ് കോ പ്രഥം സ്ഥാൻ. ഇപ്പം സ്ഥാൻ ഒരു സ്ഥലം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം വെക്കാം. കൽ जैसलमेर के सरकारी हाई स्कूल, जैसलमेर के सरकारी हाई स्कूल में भाषण प्रतियोगिता चलाई गई. ഒരു ഹൈസ്കൂൾ, ആ സ്ഥലത്തുള്ള ഹൈസ്കൂളിൽ ഒരു പ്രസംഗ മത്സരം നടന്നു. ഇസുമയും സ്ഥലമാണ് ടാണക്കെ റാണ കാ ബേട്ട കുംവർ രൺ വിജയ് കോ പ്രഥം സ്ഥാൻ പ്രാപ്ത് ഹുവ. അപ്പം ടാണയിലുള്ള റാണ കാ ബേട്ട, റാണയുടെ മകന് പേര് കുംവർ രൺ വിജയ് കോ പ്രഥം സ്ഥാൻ പ്രാപ്ത് ഹുവ, 1ാം സ്ഥാനം കിട്ടി. പുരസ്കാർ പ്രാപ്തി കെ ബാദ്, അപ്പോൾ സമ്മാനം കിട്ടിയതിന് ശേഷം ഉസ്നെ കഹാ കി, അവൻ പറഞ്ഞു കി അപ്പനെ ദോസ്ത് കലാമിനെ ഒരു ഭാഷൺ തയ്യാർ കിയാത. അപ്പം ഈ പ്രസംഗം തയ്യാറാക്കി കൊടുത്തത് തൻ്റെ കൂട്ടുകാരനായ ആ കലാമാണെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു അല്ലേ. ഇസ്ലിയെ പുരസ്കാർ ഉസ്കെ ലിയേ ഹെ. അപ്പം ഈ പുരസ്കാരം അവന് ഉള്ളതാണ്, അവൻ അവകാശപ്പെട്ടതാണ്. കുംവർ की हिंदी अच्छी ना होने से कलाम उसकी मदद की दी. അപ്പം നമ്മുടെ രൺ വിജയ് कुंवर അല്ലെങ്കിൽ രൺ വിജയ് കുंवर हिंदी अच्छी नहीं होने के कारण उसकी मदद किसने की? डॉक्टर APJ अब्दुल कलाम. यह पुरस्कार प्राप्ति रन विजय और कलाम के बीच की दोस्ती की अनूठी निशानी है. നിഷാനി എന്ന തെളിവാണ്. അപ്പം ഈ പുരസ്കാരം നമ്മുടെ കലാമും അതുപോലെ തന്നെ രൺ വിജയിൻ്റെയും ഇടയിലുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു തെളിവാണ്. നിഷാനി ഹേ എന്നാണ് പറയുന്നത്. പുരസ്കാർ വിതരൺ സ്കൂൾ കെ
പ്രധാന അധ്യാപിക ने किया. അപ്പം പുരസ്കാര വിതരണം സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് നൽകിയത്. ടാണി മെയും കുവർ കെ വിജയ് പർ ഖുഷി മനായി ഗയി. അപ്പം അവരുടെ ടാണയിൽ അപ്പോൾ അതിനുശേഷം രൺവിജയ് പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനം കിട്ടിയപ്പോൾ ടാണയിലെ ആൾക്കാർ എന്ത് ചെയ്തു, അവൻ്റെ ആ വിജയം ആഘോഷമായി കൊണ്ടാടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാർത്താലാഭാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ അത് എഴുതുക, ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ റെപ്പഡ് തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് ക്വസ്റ്റ്യനുകൾ മനസ്സിലായി കാണും. ഒന്നാമത് നമ്മൾ ഏത് പാഠത്തിലുള്ള ടാക്കൂർ കാ കുവ, അതിനുശേഷം ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഫിലിമിൻ്റെ എന്താണല്ലേ അത് അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. സൂചന, സബ്സെ ബെഡാ ഷോമാൻ, ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത പടങ്ങളാണ്, ചാർലി ചാപ്ലിൻ്റെതാണ്. അപ്പോൾ അതും നിങ്ങൾ നല്ലപോലെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങളും ഓരോ ആ പാഠത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂട്ടുകാരെ, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പേ ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചിട്ട് വേണം പോകാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ആശയങ്ങളും മനസ്സിൽ കിട്ടും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതാനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓരോ പാഠവും അത് എഴുതിയ ആളും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാനുള്ളത്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സബ്സെ ബഡാ ഷോമാൻ ജീവനി കാ ഏക അംശപ്പെടെ, ഇത് ജീവനിയാണ്, ആ ജീവനിയുടെ അംശമാണ് കൊടുത്തിരിക്കുന്നത്. और 6 से 8 तक के प्रश्नों के उत्तर लिखे. 6 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. സബ്സെ ബഡാ ഷോമാൻ ചാർലി ചാപ്ലിൻ്റെ ജീവനിയുടെ അംശമാണ് കൊടുത്തിരിക്കുന്നത്. ആ ജീവനിയുടെ അംശം നമുക്ക് ശ്രദ്ധിക്കാം. ബഹുത് മുബാഹിസ के बाद वह अंततः चार्ली को സ്റ്റേജ് पर ले गया. അപ്പോൾ ചാർലിയെ സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. എന്തിനാണെന്ന് അറിയാമല്ലോ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് മനസ്സിലാവും. ബഹുത് മുബാഹിസ के बाद वह अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया. दुए के उड़ते हुए चल्लों के बीच चार्ली ने मशहूर गीत जैक जोन्स गाना शुरू किया. ഒരു പാട്ട് പാടാൻ അറിയാലോ നിങ്ങൾക്ക്. അതായത് ആദ്യമായിട്ട് സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് എന്താണ്, ഒരു പേടിയാണ്. അപ്പോൾ അവന് സ്റ്റേജിൽ കൊണ്ടാക്കിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ അമ്മ പുറത്തോട്ട് പോയി. അപ്പം എന്താണ്, പെട്ടെന്ന് പറഞ്ഞതാണ്. അത് നിങ്ങൾക്കറിയാം, അത് പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇതേപോലെ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് സ്റ്റേജിലോട്ടാക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, അതേ അവസ്ഥയാണ് ചാർലിക്കും ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്. പ്രസിദ്ധ കേലിയെ പ്രയുക്ത ശബ്ദ കോൺസാ ഹേ. അപ്പം പ്രസിദ്ധ എന്ന് പറഞ്ഞതിന് പകരം നമ്മുടെ ആ പാരാഗ്രാഫിൽ, അതായത് അതിൽ കൊടുത്തിരിക്കുന്ന ആ ജീവനിയുടെ അംശത്തിൽ ഒരു വാക്കുണ്ട്, അത് കണ്ടുപിടിച്ച് തരണം. ചല്ലയാണോ, മുബാഹിസയാണോ, മഷ്ഹൂറാണോ, ബച്ചാവാണോ? ഏതാണ്? മഷ്ഹൂർ എന്ന് പറഞ്ഞ വാക്കാണ്. പ്രസിദ്ധ് എന്ന് പറഞ്ഞതിന് വേറൊരു പകരം പഠിച്ച വാക്ക്, അതാണ്. സമാനാർത്ഥവാലെ ശബ്ദമാണ് ഇവിടെ ചോദിച്ചത്. അടുത്ത് നോക്കൂ 7. സഹി വാക്യ ചുൻകറിലേക്ക്. ഇനി ശരിയായിട്ടുള്ള വാക്ക് സെലക്ട് ചെയ്ത് എഴുതണം. ആ ക്വസ്റ്റ്യനാണ്. നോക്കാം നമുക്ക്. നോക്കൂ, സഹി വാക്യ ചുൻകറിലേക്ക്. चार्ली गीत गाने लगा. चार्ली गीत गाने लगा. चार्ली गीत गाने लगी. चार्ली गीत गाने लगी. चार्ली गीत गाना लगा. ഏതാണ് ശരി? ചാർലി ഗീത് ഗാനേ ലഗ. ചാർലി ഗീത് ഗാനേ ലഗ. ചാർലി ഗീത് ഗാനേ ലഗ. രണ്ടാമത്തെ ഖായാണ് അതിൻ്റെ ആൻസർ. ഇനി സഹി മിരാൻകരെ, ശരിയായിട്ടുള്ളത് ചേരുംപടി ചേർക്കണം എന്ന് നമുക്ക് നോക്കാം. മാനേജർ चार्ली को माँ की आवाज़ फटकर चार्ली ने गीत गाना धुन के अनुसार. ഇപ്പുറത്തെ സൈഡിൽ എന്താണ് കൂടെ? शुरू कर दिया, मंच पर लाया, गाना सज गया,
എന്താണ് അടുത്ത എന്താണ് ഫുസ് ഫുസാഹട്ട് മെയം ബദൽ ഗെയി. നോക്കൂ, അതിൽ ശരിയായിട്ടുള്ളത് ഇങ്ങനെ വായിക്കാം. മാനേജർ ചാർലിക്കോ മഞ്ജു पर लाया. മാനേജർ എന്ത് ചെയ്തു? അപ്പോൾ എന്താണ്? മാനേജർ ചാർലിക്കോ മഞ്ജു पर लाया. മാനേജർ ചാർലിയെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നു. മാക്കി ആവാസ് ഫട്ടിക്കർ ഫുസ് ഫുസാഹട്ട് മെയും ബദൽ ഗയി. ഫുസാഹട്ട് മെയും ബദൽ ഗയി, അതാണ് അതിന് യോജിച്ചത്. ചാർലിനെ ഗീത് ഗാന शुरू कर दिया. धुन के अनुसार गाना सज गया. धुन के अनुसार गाना सज गया, അതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്, ശരിയായിട്ടുള്ള അതിന് യോജിച്ച വാക്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബീർ ബഹൂട്ടി എന്ന പാഠത്തിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കൂ. ബീർ ബഹൂട്ടി കഹാനി का यह अंश पढ़े और 9 से 11 तक के प्रश्नों के उत्तर लिखे. 9 മുതൽ 11 വരെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഗേൽ ഖണ്ഡി കെ ബാദ് ആതാ था. അപ്പം ഗണിത മാസ്റ്റർ സുരേന്ദർ എൻ്റെ പീരീഡ് അറിയാലോ, സന്ദർഭ കാര്യം കഥ അറിയാലോ നിങ്ങൾക്ക്. പീരീഡ് എന്താണ്? ഗേൽ ഖണ്ഡി കെ ബാദ്, അതായത് PT പീരീഡിന് ശേഷം ആണ് വരുന്നത്. ബച്ചെ ഉൻസെ കാമ്പത്തേത്, കുട്ടികൾ അദ്ദേഹത്തിനേക്കാളും വിറയ്ക്കുകയാണ് ചെയ്യുന്നത്, പേടിയുണ്ട് അല്ലേ. और ഗേൽ ഖണ്ഡി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ, അതായത് PT പീരീഡ് കഴിയുന്നതിന് എത്ര മിനിറ്റ്? 2 മിനിറ്റ് പഹലെ, 2 മിനിറ്റ് മുന്നേ തന്നെ അപ്പിനി ജഹവും പർ ആക്കർ ബൈഠ് ജാതാ ഹൈ, അവരവരുടെ സീറ്റുകളിൽ വന്നിരിക്കും. അപ്പോൾ സാറിന് പേടിയാണ്, അത് മനസ്സിലാക്കണം. ഗണിത് കാ പീരീഡ് കബ് ആത്താത, എപ്പോഴാണ് ഗണിത് കാ പീരീഡ് വരുന്നത്? അതിലുണ്ടല്ലോ പാരഗ്രാഫ്. എപ്പോഴാണ്? ഗേൽ ഖണ്ഡി കെ ബാദ്. അടുത്ത എന്താണ്? അവിടെ നിന്ന് ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ, 1 മാർക്ക് കഴിഞ്ഞു. അടുത്ത സെക്ഷൻ അടുത്ത ബच्चे ഗേൽ ഖണ്ഡി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ ഹി അപ്പിനി ജഹവും पर आकर बैठ जाते थे. അപ്പം PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ, ബെല്ലടിക്കുന്നതിന് മുമ്പേ തന്നെ അവരെന്ത് ചെയ്തു? ക്ലാസ്സിൽ വന്ന് അവരവരുടെ പ്ലേസിൽ വന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ചോയ്സ് ഇതൊക്കെയാണ്. ബച്ചോംകോ ഗണിത് പസന്ദിത, കുട്ടികൾക്ക് കണക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. സുരേന്ദർ ജി ബച്ചോംകോ പ്യാരേദേ, സുരേന്ദർ സാറ് കുട്ടികൾക്ക് പ്രിയപ്പെട്ടവനാണ്. ബച്ചെ ഗേൽത്തെ ദക്ക് ഗയേദേ, കുട്ടികൾ കളിച്ച് ക്ഷീണിച്ചു പോയതുകൊണ്ടാണ് അവർ 2 മിനിറ്റ് നേരം. ഇല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? ബച്ചെ സുരേന്ദർ ജി സെ ഡർത്തേദേ, അപ്പം കുട്ടികൾ സുരേന്ദർ സാറിനെ പേടിച്ചിരുന്നു. അപ്പം ആൻസർ ഏതാണ്? ബच्चे സുരേന്ദർ ജി സെ ഡർത്തേത്. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ 11ാമത്തെ വാക്യ പിരമിഡ്ക്ക് പൂർത്തീകരെ. വാക്യ പിരമിഡ്ക്ക് പൂർത്തി, അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്, വളരെ സിമ്പിളാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം, അതെങ്ങനെയാണ് ചെയ്യാനുള്ളത്. വാക്യ പിരമിഡ്ക്ക് പൂർത്തീകരെ. അവിടെ നോക്കൂ, ഒരു പിരമിഡ് അവിടെ ഉണ്ട്, ശ്രദ്ധിക്കും. ഗണിത് की समय पर അത് ശ്രദ്ധിക്കണം. വാക്യ പിരമിഡ്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാം. വാക്യ പിരമിഡ് എങ്ങനെയാണ്? അത് ഏറ്റവും മുകളിൽ ബच्चे आते हैं അതിലുള്ള അത് യോജിപ്പിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾ അതിനെ ഒരു വലിയ സെൻറ്റൻസ് ആക്കണം. ചെറുത് അടിയിലോട്ട് പോകുന്നതോറും അത് വലിയ സെൻറ്റൻസ് ആയിക്കൊണ്ടേ ഇരിക്കും. മനസ്സിലായില്ലേ? അതാണ് പിരമിഡിൻ്റെ രൂപത്തിലായിരിക്കും. ബच्चे आते हैं, കുട്ടികൾ വരുന്നു. ബच्चे कक्षा में आते हैं, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. അടുത്ത എന്താണ്? बच्चे कक्षा में समय पर, കണ്ടോ? समय पर आता है, समय पर आते हैं. बच्चे कक्षा में समय पर आते हैं. ഇതെന്താണ്? ബच्चे ഗണിത് की कक्षा में समय पर आते हैं. ബच्चे എവിടെയാണ് വരുന്നത്? समय पर ഗണിത് की कक्षा, കണക്ക് ക്ലാസ്സിൽ വരുന്നു. അതാണ്. അപ്പം ആ വാക്യ പിരമിഡ് എല്ലാവർക്കും അത് തയ്യാറാക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചാൽ മതി. അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനെ യോജിപ്പിച്ച് ഒന്നുപോലും ഒഴിവാക്കാതെ വലിയൊരു സെൻറ്റൻസ് ആക്കി താഴെ എഴുതി വരേണ്ടതാണ്. അതും 2 മാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വാക്യ പിരമിഡ്. അടുത്ത് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ
ദിശാഹീൻ ദിശ യാത്രാ വൃത്ത് കാ യഹ് അംശ് പഠേ. യാത്രാവൃത്തം നമുക്ക് പഠിക്കാനുള്ള യാത്രാവൃത്തം, യാത്രാ വിവരണം എന്താണ്? ദിശാഹീൻ ദിശ. അപ്പോൾ ആ യാത്രാ വിവരണം കൂട്ടുകാർ നല്ലപോലെ അത് വായിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ദിശാഹീൻ ദിശ യാത്രാ വിവരണത്തിൽ നിന്നാണ്. അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം? 12 से 14 तक प्रश्नों के उत्तर लिखे. അതായത് 12 മുതൽ 14 വരെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. അബ് ലൗട്ട് ചലേ സാഹബ്. ഇനി തിരിച്ചു പോയാലോ സാറേ? കുച്ച് ദേർ ബാദ് ഉസ്നെ കഹ. കുച്ച് ദേർ ബാദ് കുറച്ച് സമയത്തിന് ശേഷം ഉസ്നെ കഹ അയാൾ പറഞ്ഞു. സർദി ബെഡ് രഹി ഹെ. തണുപ്പ് വളരെ കൂടിയിരിക്കുകയാണ്. और मैं अपनी चादर साथ नहीं लाया. ഞാൻ എൻ്റെ പുതപ്പ് കൂടെ കൊണ്ടുവന്നിട്ടില്ല. അവിനാശ് ने चट से अपना कोट उतार कर उसकी तरफ बढ़ा. അത് കേട്ട ഉടനെ എന്ത് ചെയ്തു? നമ്മുടെ അവിനാശ് എന്ത് ചെയ്യുന്നു? ഉടനെ കോട്ട് ഊരി ആർക്ക് നൽകുന്നു? ആ പറഞ്ഞ ആ വ്യക്തി അത് ആരാണ്? അവിനാശിനെ ചട്ട് സെ അപ്പനെ കോട്ട് ഉതാർ കർ ഉസ്കി തരഫ് ബെഡ് ദിയ. അയാളുടെ അടുത്തോട്ട് നീട്ടി കാണിക്കുകയാണ്. കഹ തോ തും യഹ് പഹൻലോ. അങ്ങനെ ശരി, നിങ്ങളിത് ധരിച്ചോളൂ. അബി ഹം ലൗട്ട് കർ നഹിം ചലേഗെ. ഇപ്പോൾ നമ്മൾ അബി ഹം ലൗട്ട് കർ നഹി ചെയ്യും. ഇപ്പം നമ്മൾ തിരികെ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തണുക്കുന്നുവെങ്കിൽ ഇതാ എൻ്റെ കോട്ട് നിങ്ങൾ ധരിച്ചോളൂ എന്ന് പറഞ്ഞ് അവിനാശ് എന്ത് ചെയ്യുന്നു? തൻ്റെ കോട്ട് ഊരി കൊടുക്കുകയാണ്. തുമേ കോയി കോയി ഗാലിബ് കി ചീസ് യാദ് ഹോ തോ സുനാവോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷായരി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് അത് പാടുമെന്ന് പറയുകയാണ്. കിസിനെ കോട്ട് ഉദാക്കർ മല്ലാഹ് കോ ദിയ. ആരാണ് കോട്ട് ഊരി മല്ലാഹിന് കൊടുത്തത്? ആരാണ് കൊടുത്തത്? നിങ്ങൾക്കറിയാം, അവിനാശ്. അവിനാശ്. അടുത്ത് നോക്കൂ, 13ാമത്തെ ക്വസ്റ്റ്യൻ. യഹാം ഗാലിബ് കി ചീസ് സെ ക്യാ താത്പര്യ ഹെ. ഗാലിബ് കി ചീസ്, അതായത് നമുക്ക് ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ പാടാൻ പറ്റിയ ഷായരി, അതാണ് ഷായരി എന്ന് നമുക്ക് നോക്കാം. ഗസൽ 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 ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ശരിയായിട്ടുള്ളത് ഗാലിബ് കാ ഉപന്യാസ്. ഗാലിബിൻ്റെ ഉപന്യാസാണ്. ഗാലിബ് കി കഹാനിയാണ്. ഗാലിബ് കി ഗസലാണ്. ഗാലിബ് കി നാടക് ഏതാണ്? ഗാലിബ് കി ഗസൽ ആണ് അതിൻ്റെ ആൻസർ. ഗാലിബ് കി ഗസൽ. ഗസൽ ഗസൽ കവിതയുടെ വേറൊരു രൂപമാണ്. അതിന് ഈണവും താളവും കൊണ്ട് അതിന് ഗസൽ എന്ന് പറയുന്നത്. ഷായരി എന്ന കവിതയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. രണ്ടിനും ഓരോരോ മാർക്കാണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ശ്രദ്ധിക്കണം. 14ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് ചോയ്സ് ഉണ്ട്. 1ാമത്തെ ക്വസ്റ്റ്യൻ 14ാമത്തെ നോക്കാം. ഭോപ്പാൽ ലാൽ കി ഇസ് ഘടന के बारे में अविनाश डायरी लिखता है. അപ്പം ഭോപ്പാൽ താൽ, ഭോപ്പാൽ താലാവ്, താൽ എന്നത് താലാവ് അറിയാലോ. താൽ കി ഇസ് ഘടന, ഈ സംഭവം. അപ്പം ആ തടാകത്തിൽ നടന്ന ആ സംഭവം എന്ത് ചെയ്തു? അവിനാശ് ഡയറി ലിഖ്ത ഹെ. അവിനാശ് തൻ്റെ ഡയറിയിൽ എഴുതിയാണ്. സംഭാവിത ഡയറിയിലേക്ക്. അപ്പം ഡയറി ലേഖനം എങ്ങനെ തയ്യാറാക്കണമെന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരു ഡേറ്റൊക്കെ വേണം. അപ്പം സംബോധന നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം നമുക്കതിൻ്റെ ഡയറി മോഡൽ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കും. അവിനാശ് കി ഡയറി നാവ് യാത്ര എന്നാണ് ഇവിടെ പേര് കൊടുത്തിരുന്നത്. അവിനാശ് കി ഡയറി നാവ് യാത്ര. താരിഖ്, ഒരു സമയം വെച്ചിട്ടുണ്ട്. ആജ് രാത് കോ मैंने अपने मित्र मोहन रागेश के साथ नाव लेकर भोपाल ताल की यात्रा की. आज रात, ഇന്ന് രാത്രി मैंने अपने मित्र, ഞാൻ എൻ്റെ കൂട്ടുകാരൻ, മോഹൻ രാഗേഷ് എഴുത്തുകാരൻ മോഹൻ രാഗേഷ് കെ സാത്ത് നാവ് ലേക്കർ, ഒരു നാവ് വള്ളത്തിൽ ഭോപ്പാൽ താൽക്കി യാത്രയാക്കി. ഭോപ്പാൽ തടാകത്തിൽ യാത്ര ചെയ്തു. നാവ് കാ മല്ലാഹ് ദ അബ്ദുൾ ജബ്ബാർ ആ ബോട്ട്, ആ വള്ളം തുഴച്ചിൽക്കാരൻ്റെ പേര് അബ്ദുൾ ജബ്ബാർ. സർദി में भी वह केवल एक तहमद पहनकर നാവ് ഘേരഹാദ, അതായത് ബോട്ട് അലിച്ച് അയാൾ എന്താണ്, അയാൾക്ക് സ്വെറ്ററൊന്നും ഉണ്ടായിരുന്നില്ല, തണുത്ത് വിറച്ചായിരുന്നു അയാൾ എന്ത് ചെയ്തത്, ബോട്ട് വെള്ളം മുന്നോട്ട് കൊണ്ടുപോയത്. മേരെ അനുരോധ് പർ മല്ലാഹ് ने गजल गाना शुरू किया.
അപ്പോൾ അത് ഞാൻ നിർബന്ധിച്ച കാരണം ആ ബോട്ടുകാരൻ എന്ത് ചെയ്തു, ഒരു ഗസൽ പാടുന്നു. കിത്തന മീട്ടാത, അത് എന്ത് മധുരമുള്ളതായിരുന്നു. ഉൻകാസോർ, അയാളുടെ സ്വരം മധുരമുള്ളതായിരുന്നു. സുനാനേക്ക അന്താസ്, അപ്പോൾ അത് എന്താണ്, സുന്നേക്ക അന്താസ് ബി ഷായർ ദാൻ ദ, അപ്പോൾ അത് കേൾക്കുന്ന ആ രീതിയും ഒരു പ്രത്യേകമായി. സുന്നേക്ക അന്താസ് ബി ഷായർ ദാൻ ദ, नाव खेते हुए वे चूम चूम कर അത്യന്ത ഭാവുകതാ സെ ഗസൽ സുന രഹേദെ. ഇപ്പം എന്താണ്, അയാൾ വള്ളം തുഴയുന്നു, ഗസൽ അവതരിപ്പിക്കുന്നു, അത് കേട്ട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഉസ്കെ ഗായൻ നെ ഹമേ കിസി ദൂസരി ദുനിയാമയെ പഹുഞ്ച ദിയ, അയാളുടെ ആ പാട്ട് നമ്മളെ വേറെ ഏതോ ലോകത്ത് കൊണ്ടുപോയി. രാത്രിക്ക് ചാന്ദിനി, രാത്രിയിലുള്ള ആ ചന്ദ്രൻ, ഒരു സർദി, പിന്നെ തണുപ്പ്, ശാന്ത വാതാവരൺ, സൈലന്റ്, അതായത് ശാന്തത നിറഞ്ഞ അന്തരീക്ഷം. ചീൽക്കി വിശാലത, അതേപോലെ ആ താലാബിൻ്റെ വിശാലത. ആദി കെ സാത്ത്, ഇവ എല്ലാം ചേർന്ന്. മല്ലാഹ് കി ഗസലെ യാത്രാക്കോ ഓർ ബി ആകർഷൻ, അപ്പം ഈ തോണിക്കാരൻ്റെ ഈ ബോട്ട്മാൻ്റെ ഇത് ഗസലും എല്ലാം കൂടി യാത്ര തന്നെ ഒരു പ്രത്യേക ആകർഷണമായി മാറി. സർദി ബെഡിനെ പർ മല്ലാഹിനെ ലൗട്ടിനേക്ക് ഇച്ഛ പ്രകടിക്കി, അപ്പം വർദ്ധിക്കുന്നത്, തണുപ്പ് വർദ്ധിച്ച സമയത്ത് നമ്മുടെ ബോട്ടുകാരൻ തിരികെ പോകാമെന്ന് പറയുന്നു. मैंने अपना कोट उतार कर उसको दे दिया, അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കോട്ട് ഊരി കൊടുത്തു. ഉസ് കോട്ട് പഹൻ കർ ഫിർ ഉസ്നെ ഗാലിബ് കി ഏക് ഗസൽ ഭി സുനായി, അപ്പം കോട്ട് ഊരി കൊടുത്തു. എന്നിട്ട് എന്താണ്, കോട്ട് ഊരി കൊടുത്തതിന് ശേഷം എന്താണ്, ഗസലും കൂടെ കേൾപ്പിച്ചു. കുച്ച് ദേർ और സൈർ കർക്കെ ഭി ഹം ലൗട്ട്, അപ്പം കുറച്ച് ദൂരം കൂടി നമ്മൾ യാത്ര ചെയ്ത് ഇന്ന് തിരിച്ചു വന്നു. മിത്ര കെ ലിയെ യഹ് യാത്ര ഏക അലഗ് അനുഭവ് ഹീത, അപ്പം കൂട്ടുകാരന് ഈ യാത്ര ഒരു വേറൊരു അനുഭവമായിരുന്നു. മല്ലാഹ് കി ഗസലേം, അപ്പം ആ ബോട്ടുകാരൻ്റെ ആ ഗസൽ അബുബി കാനോമയും ഗൂഞ്ച് രഹീദി, ഇപ്പോഴും ചെവിയിൽ അത് കേൾക്കുന്നു. ആജ് കി യഹ് അവിസ്മരണീയ നാവയാത്ര और മല്ലാഹ് കി ഗസലെ ജീവൻ ഭർ മൻമേം രഹേഗി. കണ്ടോ, അപ്പോൾ ഇന്നത്തെ ഈ തോണി യാത്ര, ഈ ബോട്ടിലുള്ള യാത്രയും അതുപോലെ തന്നെയാണ് ഈ തോണിക്കാരൻ്റെ ഈ ഗസലും എന്നും മനസ്സിൽ നിലനിൽക്കുക. അതാണ് ഒരു ഡയറിയുടെ മോഡലാണ്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരം ഒരു ഡയറി നിങ്ങൾ സിമ്പിളായിട്ട് തയ്യാറാക്കുക. നമുക്ക് അതിൽ നിന്ന് തന്നെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ എടുത്ത് എഴുതാം നിങ്ങളുടെ രീതിയിൽ. അഥവാ, അപ്പം രണ്ടാമത്തെ ചോയ്സാണ് ഇനി വായിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഭോപ്പാൽ താൽ കെ അനുഭവം കെ ബാരേമേയും, ഭോപ്പാൽ താൽ കെ, അപ്പം ഈ ഭോപ്പാലിലുള്ള ഈ ചീൽ തടാകത്തിലുള്ള അനുഭവങ്ങളെ പറ്റി ബാരേമേയും മോഹൻ രാകേഷ് അപ്പനെ മിത്രക്കോ പത്ര ലിഖ്താ ഹെ, മോഹൻ രാകേഷ് തൻ്റെ കൂട്ടുകാരന് ലെറ്റർ എഴുതുന്നു. വഹ് പത്ര കൽപ്പന കർക്കിലേക്ക്, ആ ലെറ്റർ കൽപ്പന ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാം. സ്ഥാൻ, താരിഖ്, സംബോധന, വിഷയം, പിന്നെ എന്താണ്, നാം, ഹസ്താക്ഷർ, സേവാമയം, പത്ത, ഇത്രയും കാര്യങ്ങളാണ് മോഡൽ ഉണ്ടായിരിക്കണം. അപ്പം ആ ലെറ്റർ എഴുതുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ലെറ്ററിൻ്റെ മോഡലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറിയാണ് എഴുതാൻ കഴിയുന്നതെങ്കിൽ അത് എഴുതുക. ഏതായിരുന്നാലും എഴുതാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ വിടരുത്, അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ ലെറ്റർ ഒന്ന് ശ്രദ്ധിച്ചാലോ. സ്ഥാൻ, താരിഖ്, പ്രിയ മിത്ര, കണ്ടോ, സംബോധന, സ്ഥാൻ, താരിഖ്, സംബോധന പറഞ്ഞു. തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ. കുശൽ ഹോന, സുഖമല്ലേ. വഹാം തുമാരി ക്യാ ക്യാ സമാചാർ ഹെ, അവിടെ നിനക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് വാർത്തകൾ. മെയിം അബ് മിത്ര അവിനാഷ് കെ സാത്ത് ഭോപ്പാൽ മെയിമും, ഞാനിപ്പോൾ കൂട്ടുകാരൻ അവിനാഷിൻ്റെ കൂടെ ഭോപ്പാലിലാണ്. സകുശൽ മേം യഹാം പഹുഞ്ച് ഗയ, വളരെ നല്ല രീതിയിൽ ഇവിടെ എത്തിച്ചേർന്നു. കുശൽ മേം യഹാം പഹുഞ്ച് ഗയ, വേറെ ഒരു പ്രശ്നവുമില്ലാതെ ഞാനിവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം, ചെറിയൊരു കാര്യം അവിടെ പറഞ്ഞു. അതിനുശേഷം വിഷയത്തിലോട്ട് വരികയാണ്.
സ്റ്റേഷൻ പെർ മേരെ മിത്ര അവിനാശ് ആയാത, സ്റ്റേഷനിൽ കൂട്ടുകാരൻ അവിനാശ് വന്നിരുന്നു. ഏക് ദിൻ ഉസ്കെ സാത്ത് രഹനെ കാ നിർണയ ലിയ, ഒരു ദിവസം അവൻ്റെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചു. രാത് കോ ഹംനെ ചീൽ കി സൈർ കർണെ കോ സോച്ച, രാത്രി നമ്മൾ എന്താണ് ചീൽ യാത്ര നടത്താൻ, അതായത് തോണിയിൽ എന്താണ് തടാകത്തിൽ യാത്ര നടത്താൻ നിശ്ചയിച്ചു. 11 ബജെ നികലെ, 11 മണിക്ക് പുറപ്പെട്ടു. ഏക് നാവ് മിൽഗയി, ഒരു തോണി കിട്ടി. ഉസ്മയും ഘൂമനെ ലഗെ, അതിൽ നമ്മൾ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ബഹുത് സുന്ദർ ലഗ് രഹി थी, വളരെ സുന്ദരമായിരുന്നു ആ യാത്ര. തബി അവിനാശിക്ക് ഇച്ഛാ ഹുയി കി കോയി കുച്ച് ഗായെ, ആരെങ്കിലും പാടാൻ ഒരു ആഗ്രഹം അവിനാശിന് ഉണ്ടായി. മെയിം ഗാ നഹി സക്താത, എനിക്ക് പാടൂലായിരുന്നു. അഖിർ മല്ലാഗ് ഗാനേക്കോ തയ്യാർ ഹുയി, അങ്ങനെ ബോട്ടുകാരൻ തോണിക്കാരൻ പാട്ട് പാടാൻ തയ്യാറായി. വേ കുച്ച് ഗസലെ സുനാത്തെ ലഗെ, അയാൾ ഒരു ഗസൽ കേൾപ്പിച്ചു, പാടി. ബഹുത്ത് മീട്ടാത, അത് വളരെ മധുരമുള്ളതായിരുന്നു. ഉൻകാ സ്വർ, അയാളുടെ ആ ഒച്ച, ആ സൗണ്ട് വളരെ മധുരമുള്ളതായിരുന്നു. രാത് കെ സാത്ത് ടണ്ട് ബി ബെഡിനെ ലഗെ, രാത്രിയിലും കൂടെ ആ തണുപ്പം വർദ്ധിക്കാൻ തുടങ്ങി. ലേക്കിൻ ലൗട്ടിനേക്കാ മൻ നഹിം ഹുവ, അപ്പം തിരികെ വരാൻ എന്താണ് മനസ്സ് അനുവദിച്ചില്ല. കുച്ച് ദേർ ഫിർ സൈർക്കി, പിന്നെയും കുറച്ച് നേരം ആ ചുറ്റിക്കറങ്ങി ആ തോണിയിൽ. 4 ബജെ ഹി ലൗട്ടെ, 4 മണിക്കാണ് തിരികെ വന്നത്. അഗലി ബാർ തും, അപ്പം അത്രയും കാര്യങ്ങൾ എഴുതി അവസാനം ലെറ്റർ നിർത്താൻ പോവുകയാണ്. അഗലി ബാർ തും ഭി മേരെ സാത്ത് ആവോ, അപ്പം അടുത്ത പ്രാവശ്യം നീയും എൻ്റെ കൂടെ വരണം. ऐसी യാത്രയും ബഹുത് ഹി ആകർഷൻ ഹോത്തി ഹെ, ഇങ്ങനത്തെ യാത്രകൾ വളരെ ആകർഷകമാണ്. ഹോത്തി ഹെ ജവാബ് പത്രിക പ്രതീക്ഷാസെ, അപ്പം നിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. കണ്ടോ, അവസാനം സ്വനിർദ്ദേശ്. തുമാരാ മിത്ര ഹസ്താക്ഷർ നാം, കണ്ടോ, തുമാരാ മിത്ര ഹസ്താക്ഷർ നാം സേവാമേ ഈ ഭാഗത്തായിട്ട് ഇടത് ഭാഗത്തായിട്ട് സേവാമേ വെച്ചിട്ടുണ്ട്. സേവാമേ നാം പത്താം, അങ്ങനെ. അപ്പം ലെറ്ററിൻ്റെ മോഡൽ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതും 5 മാർക്കിനുള്ളതാണ്. സ്കോർ ശ്രദ്ധിക്കണം. ബച്ചെ കാംബർ ജാ രഹേ ഹെ, ഇത് വളരെ പ്രസിദ്ധമായ, അതായത് അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കവിത നല്ലപോലെ മനസ്സിലാക്കണം. ബച്ചെ കാംബർ ജാ രഹേ ഹെ കവിത की ये पंक्तियां पढ़े, प्रश्न 15 से 16 के ഉത്തർ ലിഖേ. അപ്പം ബച്ചെ കാംബർ ജാ രഹേ കവിതയുടെ വരികളാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ച് 15 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. क्या सारे मैदान, सारे बगीचे और घरों के आंगन खत्म हो गए हैं एकाएक. കവിത നിങ്ങൾക്കറിയാം കവിതയുടെ ആശയം. क्या सारे मैदान, എന്താ മുഴുവൻ മൈതാനവും, സാരെ ബഗീച്ചെ മുഴുവൻ പൂന്തോട്ടവും, और घरों के आंगन വീടുകളുടെ മുറ്റവും, ഖത്മ ഹോ ഗയേ ഹേ ഏകായേക് എല്ലാം ഓരോന്നായിട്ട് അവസാനിച്ചു പോയോ. तो फिर बचा ही क्या है इस दुनिया में, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എന്താണ് അവശേഷിക്കുന്നത്. കിത്തന ഭയാനക ഹോത്ത അഗർ ഐസാ ഹോത്ത, അങ്ങനെയാണെങ്കിൽ എന്ത് ഭയാനകമാണ്. ഭയാനക ഹെ ലേക്കിൻ ഇസ്സേ ഹി സ്യാദ യഹ് കി ഹെ സാരി ചീസേ ഹസ്ബ് മാമൂൽ. അപ്പം ഇങ്ങനെ ഓരോ വസ്തുക്കളും ഇല്ലാതെയാകുന്നത് എന്ത് ഭയാനകമാണ് എന്ന് കവിത, നമ്മൾ പഠിച്ച കവിതയാണ്. അവിടെ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. വിശേഷൻ ശബ്ദ ചുൻകൽക്ക്, വിശേഷൻ എന്താണ് വിശേഷൻ? ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ വിശേഷിപ്പിച്ച് പറയുന്നതിനാണ് വിശേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് രാമു ഏക അച്ഛ ലഡ്കാ ഹെ, രാമു ഒരു നല്ല കുട്ടിയാണ്, അവിടെ അച്ഛ എന്ന് പറയുന്നതാണ് വിശേഷൻ ശബ്ദം. അതേപോലത്തെ അത് നമുക്ക് നോക്കാം. ഇവിടെ ബഗീച്ച, ദുനിയ, ലേക്കിൻ, സാരെ, വിശേഷൻ ശബ്ദ ചുൻകൽക്ക്. ഇതിൽ ഏതാണ് വിശേഷൻ? ലേക്കിനാണോ സാരയാണോ? ഏതാണ് നമ്മുടെ അവിടെ ആ കവിതയിലുള്ളതാണ് നമ്മളത് ശ്രദ്ധിക്കണം. സാരേ എന്ന് പറഞ്ഞ ഒരു അവസാനം കൊടുത്തിരുന്ന ഓപ്ഷനാണ് ശരി. അവിടെ നോക്കിയേ, സാരേ മൈതാൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ? മൈതാനത്തിൻ്റെ വിശേഷിപ്പിച്ചത് അവിടെ സാരേ എന്നാണ്. സാരേ ബഗീച്ചേ, സാരേ മൈതാൻ ഉണ്ടോ? അങ്ങനെ കൊടുക്കുക, അതാണ് വിശേഷം. അപ്പോൾ അത് മനസ്സിലായി. കവി और कविता का
പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. അപ്പോൾ ഇതും എൻ്റെ എന്താണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിനാണ്. അപ്പോൾ നമ്മൾ കവി പരിചയം കൊടുത്തിട്ട് വേണം ചെയ്യേണ്ടത്. അപ്പോൾ അതിങ്ങനെ വായിക്കാം. കവിതാംശ കാ ആശയ ക്യാ സാരെ मैदान. अब वायिकയാണ്. प्रस्तुत पंक्तियां आधुनिक हिंदी के प्रमुख कवि श्री राजेश जोशी की सुंदर कविता बच्चे काम पर जा रहे हैं से लिया गया है. അപ്പം നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന വരികൾ നമ്മുടെ ഹിന്ദി സാഹിത്യത്തിലെ കവി അല്ലേ, ആധുനിക കവി ശ്രീ രാജേഷ് ജോഷിയുടെ സുന്ദരമായ കവിത ബച്ചെ കാം പർ ജാ രഹേ ഹെ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇസ്മേ കവി ബാൽ മസ്ദൂരി പർ തീക്ക പ്രഹർ കർത്തേ. അപ്പോൾ ഇവിടെ കവി എന്തിനെ പറ്റിയാണ് പറയുന്നത്? ബാലവേലയെ പറ്റിയാണ് പറയുന്നത്. ബഡേ സവേരെ ഹി കാം പർ ചലനെ വാലെ ബച്ചോം കോ ദേക്കർ കവി ആശങ്കിത ഹോത്തേ ഹെ. അപ്പം രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന കുട്ടികളെ കാണുമ്പോഴത്തേക്ക് കവി വളരെ ആശങ്കിത ഹോത്തേ ഹെ, വളരെ സംശയം പ്രകടിപ്പിക്കുകയാണ് കവി. और क्या सारे मैदान सारे बगीचे और घरों के आंगन ഏകാಏക നഷ്ട ഹോ ജാതെ. എന്നിട്ട് കവി സംശയത്തോടുകൂടി ചോദിക്കുകയാണ്, എന്താണ് എല്ലാ മൈതാനവും എല്ലാ പൂന്തോട്ടവും വീടിൻ്റെ മുറ്റവും ഒക്കെ എന്താ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? കവിയുടെ സംശയം. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ജോലിക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് കവി ആ സംശയത്തോടുകൂടി ചോദിക്കുകയാണ്. ഇസ്ലിയെ ബच्चे काम पर जा रहे हैं, അതുകൊണ്ടാണോ കുട്ടികൾ ജോലിക്ക് പോകുന്നത്? അഗർ ऐसा है तो इस दुनिया में फिर क्या बचा है. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എന്താണ് ബാക്കിയുള്ളത്? ये कितना भयानक स्थिति है. ഇതെന്ത് ഭയാനകമായ അവസ്ഥയാണ്. भयानक होने पर भी छोटे छोटे बच्चे अब भी काम के लिए जा रहे हैं. ഇത്രയും ഭയാനകമായിട്ടും ചെറിയ ചെറിയ കുട്ടികൾ എന്താണ് ജോലിക്ക് പോവുകയാണ്. യഹ് തോ ഏക മാമൂലി ബാത്ത് ബൻ ഗയി ഹൈ. ഇതൊരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്. ബാലശ്രം കാനൂനി അപരാധ് ഹോനെ പർഫി, അതായത് ബാലവേല നിയമപരമായിട്ടും തെറ്റായിട്ടും കൂടെ ഭി കുച്ച് ബच्चे കാം കർണേ കെ ലിയെ വിവശ ഹോ ഗയേ ഹെ. കുറച്ച് കുട്ടികൾ ആ ബാലവേലയ്ക്ക് പോകാൻ നിർബന്ധിതരായിത്തീരുന്നു. ഉനെ പഠനേ കാ അവസർ പ്രദാൻ കർണ സബ് കാ ദായിത്വ ഹെ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള അവസരം നൽകുക എന്നത് എല്ലാവരുടെയും കടമയാണ്. बाल श्रम के विरुद्ध आवाज उड़ाने की प्रेरणा देने वाली ये कविता बिल्कुल प्रशंसनीय है. അപ്പോൾ ബാലവേലയ്ക്ക് എതിരായി എഴുതപ്പെട്ട ഈ കവിത തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നു. और अच्छी है, വളരെ നല്ല കാര്യമാണ്, നല്ല കവിതയാണ്. കവിത की भाषा अत्यंत सरल एवं हमें ചിന്തിത് കർണേക്ക് പ്രേരണ ദേതി. അപ്പം നിങ്ങൾ ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം കവിയെ പറ്റി കുറച്ച്, അതാണ് പറഞ്ഞത്, ഓരോ കവിതയും പഠിക്കുമ്പോൾ നിങ്ങൾ കവിത എഴുതിയ ആളിനെ പറ്റി മനസ്സിലാക്കണം. ഏത് കവിതയിൽ നിന്നാണ് ഈ വരികൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും മനസ്സിലാക്കി ആദ്യം നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് ആ കാര്യമാണ്. എന്നിട്ട് ആ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ് ആശയം അവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ആസ്വാദന ടിപ്പണി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അവസാന ഘട്ടത്തെ കടന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അത് നമ്മുടെ ഗുഡ്ലി തു പരായി ഹെ കഥയാണ്. ആ കഥയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹംശ് പടെ 17 से 19 तक प्रश्नों के उत्तर लिखे. അപ്പോൾ 17 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മുടെ ഗുഡ്ലി തു പരായി ഹെ ആ അംശം വായിച്ചിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ ആ കഥയും വളരെ ഫേമസ് ആണ്, അതൊന്നും നിങ്ങൾ ഒഴിവാക്കരുത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെയാണോ ചിലപ്പം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഒഴിവാക്കാതെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പേ ഉള്ള ഒരാഴ്ച സമയത്ത് നിങ്ങൾ ടൈം ടേബിളൊക്കെ വെച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് ഹിന്ദിക്ക് ഒരു സമയം കണ്ടെത്തുക. ആ സമയത്ത് നിങ്ങൾ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കഥയും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം, കഥയായിരുന്നാലും എല്ലാ കവിതയായിരുന്നാലും യാത്രാ വൃത്താന്തമായിരുന്നാലും ജീവനിയുടെ അംശമായിരുന്നാലും നല്ലപോലെ വായിച്ചിട്ട് പോവുക. അത് എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് കഴിവതും നല്ലതുപോലെ വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം. തബി ഭയ്യ ആ ഗയ, അപ്പോൾ ചേട്ടൻ വന്നു. ഗുഡ്ലിയ
अपने नानू को खाना नहीं दिया. അപ്പോൾ ഗുഡ്ലിയെ ചോദിക്കുന്നത് നീ ഇതുവരെയ്ക്കും ആ പട്ടിക്ക് എന്താണ് ആഹാരം കൊടുത്തില്ലേ, നാനുവിന് ആഹാരം കൊടുത്തിരുന്നത്. ദേഖോ ഭായ് സാഹബ് ആപ്പ് കുൽ ദീപക് ഹോ യഹ് ഘർ. അപ്പോൾ താങ്കൾ ഈ വീടിൻ്റെ എന്താണ് കുൽ ദീപക് നിലവിളക്കാണ്. താങ്കൾ യഹ് ബഗീച്ച ഓർ യഹ് നാനു സബ് ആപ്കാ ഹെ. ഈ ബഗീച്ച, ഈ പൂന്തോട്ടവും ഇവിടുത്തെ നാനുവും എല്ലാം നിങ്ങൾക്കുള്ളതാണ്, താങ്കളുടേതാണ്. അപ്പോൾ അത് പറയുകയാണ് തോ ബെഹത്തർ, ഇതെല്ലാം അങ്ങേക്കുള്ളതാണ്, താങ്കൾക്കുള്ളതാണ്. ആപ്പ് ഹി ഇൻ സബ് കി ദേഖ് ഭാൽ കരെ, താങ്കൾ തന്നെ ഇതെല്ലാം നോക്കി ശ്രദ്ധിക്കണം. ഓർ വൈസേ ഭി മെയിൻ തോ പരായി അമാനത്തും, ഞാൻ അന്യൻ്റെ എന്താണ് സ്വത്താണ് എന്ന് ഗുഡ്ലി പറയുകയാണ്. ആ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ആ കഥയുടെ അവസാന ഭാഗങ്ങളിലാണ് ഈ സന്ദർഭം വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? സഹി വാക്യ ചുൻകറിലേക്ക് ശരിയായിട്ടുള്ള വാക്യം ഏതെന്ന് എഴുതണം. ഗുഡലി ഭയ്യാസെ കഹ്താ ഹെ. കഹ്താ ഹെ അത് വരുമല്ല, സ്ത്രീയാണ് ഗുഡലി, അതുകൊണ്ട് ഏത് വരുമെന്ന് ചിന്തിക്കുക. ഗുഡലി ഭയ്യാസെ കഹ്താ ഹെ, ഗുഡലി ഭയ്യാസെ കഹ്തി ഹെ, ഗുഡലി ഭയ്യാസെ കഹ്തി ഹും, ഗുഡലി ഭയ്യാസെ കഹ്തേ ഹെ. ഏത് വരും? ഗുഡലി ഭയ്യാസെ കഹ്തി ഹെ, കഹ്തി ഹെ, അതാണ് ശരി. അടുത്ത ബെഹത്തർ ഹോഗ ആപ്പ് ഹി ഇൻ സബ് കി ദേഖ് ഭാൽ കരെ, ഗുഡലി ക്യോം ഐസ കഹ്തി ഹെ. എന്തുകൊണ്ടാണ് ഗുഡലി ഇങ്ങനെ പറഞ്ഞത്? ബെഹത്തർ ഹോഗ ആപ്പ് ഹി ഇൻ സബ് കി ദേഖ് ഭാൽ കരെ, താങ്കൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് നല്ലത്. ഗുഡലി ക്യോം ഐസെ കഹ്തി ഹെ, എന്തുകൊണ്ടാണ് ഗുഡലി അങ്ങനെ പറഞ്ഞത്? അപ്പം ഗുഡലി പറയാനുള്ള കാരണം ഗുഡലി എന്താണ്? അന്യൻ്റെ സ്വത്താണ് അല്ലേ, അതുകൊണ്ടാണ്. ഗുഡലി എന്താണ് ക്വസ്റ്റ്യൻ? ഗുഡലി ക്യോം ഐസ കഹ്തി ഹെ, ഗുഡലി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? बेहतर होगा आप ही इन सब की देखभाल हरे गुडली क्यों ऐसा कहते हैं? क्योंकि गुडली तो അവസാന പദം എന്താണ്? പരായി അമാനത്ത് ഹെ, इसलिए समझ में आया, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, लड़का लड़की का समान अधिकार है, यह संदेश देने वाला പോസ്റ്റർ തയ്യാർ കരെ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. പോസ്റ്റർ പ്രതീക്ഷിക്കാം. അപ്പം പോസ്റ്റർ ഇവിടെ നമുക്കൊരു സന്ദേശാത്മക പോസ്റ്ററാണ് തയ്യാറാക്കുന്നത്. ലടിക്ക ലടിക്ക സമാൻ അധികാര ഹെ. ഇതിന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോസ്റ്ററായിട്ട് വേണമെങ്കിലും എഴുതാം. വിവരണാത്മക പോസ്റ്ററായിട്ട് എഴുതാം, സന്ദേശാത്മക പോസ്റ്ററായിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏത് പോസ്റ്ററാണോ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് ആ പോസ്റ്റർ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ പോസ്റ്റർ പറഞ്ഞുതരാം. ലड़का लड़की का समान अधिकार है, तोड़ दो पुराना विश्वास, नए सोच अपनाओ, लड़का लड़की बराबर है, सब पढ़े. ഇവിടെ ഇതിനൊരു എന്താണ് ആശയം നൽകുന്നത്? ഇതാണ് വിവരണാത്മക പോസ്റ്റർ അല്ല, സന്ദേശാത്മക പോസ്റ്ററാണ് ഇവിടെ നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പരിവാർമേയും ലड़का लड़का का समान अधिकार दो, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. കണ്ടോ, സന്ദേശമാണ് അവിടെ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അങ്ങനെ കുറേ സന്ദേശങ്ങൾ നിരത്തി വെച്ചിട്ടാണ് സന്ദേശാത്മക പോസ്റ്ററായിട്ട് സന്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എന്താണ്, ജാനുവരി 14 രാഷ്ട്രീയ ബാൽ ദിവസ്, ബേട്ടി ഹേ തോ കൽ ഹേ. അപ്പോൾ അവിടെ കൊടുത്തിരുന്നത് നമ്മുടെ രാഷ്ട്രീയ ബാലികാ ദിവസ് ജാനുവരി 24. മത് ചീനോ ഇൻകാ അധികാർ, അപ്പോൾ അവരുടെ അധികാരം എന്ത് ചെയ്യരുത്, എന്താണ്, അവരുടെ അധികാരങ്ങളെ അപഹരിക്കരുത്, അവരെ രക്ഷിക്കുക. ബാലിക ബച്ചാവോ ബാലിക പഠാവോ. അപ്പം സന്ദേശമാണ് അവിടെ നൽകിയത്. അവിടെ നിങ്ങൾക്കൊരു പോസ്റ്റർ, ഒരു സന്ദേശാത്മക പോസ്റ്ററായിട്ട് തയ്യാറാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ പരിചർച്ചയോ അങ്ങനെ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി അതും നമുക്ക് തയ്യാറാക്കാം. വിവരണാത്മക പോസ്റ്ററും തയ്യാറാക്കാം. അതല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അഥവാ അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ്, असमानता समाज का
അഭിശാപ്, അസമാനത സാമാജിക അഭിശാപ്, അതായത് ഇൻഇക്വാളിറ്റി, അതായത് അസമാനത, ഒരുമയില്ലായ്മ, അതായത് എന്താണ് തുല്യത ഇല്ലായ്മ. ഈ വിഷയത്തിനെ പറ്റിയാണ് വിഷയ് പർ ഏക് ടിപ്പണി തയ്യാറാക്കാൻ, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ പറഞ്ഞത്. സ്ത്രീ പുരുഷ് കി അസമാനത. അപ്പം പോയിന്റുകൾ അവിടെ കൊടുത്തത് സ്ത്രീ പുരുഷയ്ക്ക് അസമാനത, സ്ത്രീയുടെയും പുരുഷന്റെയും അസമാനത, ഇക്വാളിറ്റി എന്താണ്, സമാനത കി ആവശ്യകത എന്താണ്, സമാനത, ഇപ്പൊ സമാനതയുടെ ആവശ്യകത, സമാനത സെ ലാഭ്. അപ്പം രണ്ടുപേർക്കും ഒരേ സമാനതയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ലാഭമാണ് ഉണ്ടാകുന്നത്, ആ കാര്യങ്ങൾ. സമാനത വികാസ് കാ ആധാർ, പിന്നെ സമാനത എന്ന് പറഞ്ഞാൽ വികാസത്തിൻ്റെ, അതായത് പുരോഗതിയുടെ ആധാറാണ്, അടിസ്ഥാനമാണ് എന്നാണ്. അപ്പം അത് വെച്ചിട്ട് ഒരു ചെറിയൊരു ലേഖനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ലേഖനമല്ല, ടിപ്പണിയാണ്. भारतीय संविधान के अनुसार लड़के लड़कियों को समानता का अधिकार है. അപ്പം നമ്മുടെ ഭാരതീയ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നിയമവ്യവസ്ഥയിൽ സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ അധികാരമാണ്, ഒരേ അവകാശമാണ്. ലേക്കിൻ ലड़कियों को അവസർ ഭേദഭാവ സഹനപ്പെടുത്ത എന്നാൽ പെൺകുട്ടികളുടെ എന്താണ് ഒരു ഭേദഭാവം കാണിക്കുന്നുണ്ട്. യഹ് ആജ് കെ സമാജ് കി ബഡി സമസ്യ ഹൈ, ഇത് ഇന്നത്തെ സമൂഹത്തിലെ വലിയൊരു പ്രശ്നമാണ്. ലड़की को जन्म से लेकर अंत तक घर का काम करना पड़ता है. പെൺകുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം അവർക്ക് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു. സബി कहते हैं कि ससुराल ही लड़कियों का असली घर है. എല്ലാവരും പറയാറുണ്ട്, അതായത് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എവിടെയാണോ കല്യാണം കഴിഞ്ഞ് പോകുന്നത് അവിടുത്തെ വസ്തുവാണ് ഈ പെണ്ണ് എന്ന് പറയുന്നത്. ഇസ്ലിയെ ഉസേ അപ്പനെ ഘർ മേയും അന്യ ഹോനെ കാ അനുഭവ ഹോത്താ ഹൈ, അവർക്ക് അവരുടെ വീട് തന്നെ അന്യമാകുന്നു. സമാജ് മേയും ഹോ യാ പരിവാർ മേയും ഹോ लड़कों के समान लड़कियों को उचित സ്ഥാൻ नहीं मिलता. അപ്പം സമൂഹത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ പോലെ എന്താണ് ഉചിതമായ സ്ഥാനമാനങ്ങൾ കിട്ടുന്നില്ല. സമാജ് മേം ഭി യഹി ഭേദഭാവ ഹം ദേഖ് സക്തേ, നമ്മുടെ സമൂഹത്തിലും ഇതേ ഭേദഭാവം നമ്മൾ കാണുന്നുണ്ട്. ഉസേ സ്വതന്ത്ര രൂപ സേ ചലനെ കാ അധികാർ ഭി നഹിം അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എന്താണ് അധികാരം, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഉन्हें लड़कों के जैसे पढ़ाई की सुविधाएं नहीं मिलती, അതേപോലെ ആൺകുട്ടികളെ പോലെ അവർക്ക് പഠിക്കാനുള്ള അവകാശവും കിട്ടുന്നില്ല. आज नारी समाज के सभी क्षेत्रों में കർമ്മ രദ്ദ എന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ഭാഗങ്ങളിലും കർമ്മരദ്ദാണ്. ഉസേ സമാജിക്ക് അലഗ് രഖന ഉചിത് നഹീം ഹൈ, അപ്പോൾ സമൂഹത്തിൽ അവർ വേറെ ഇടയിൽ പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഗർഭ മേം ഹി ലड़कियों ഹത്യ കർണേക്ക നർമ്മം വ്യവഹാര, ഗർഭത്തിൽ വെച്ച് തന്നെ പെൺകുട്ടിയാണെങ്കിൽ അവരെ കൊല്ലുന്ന കാര്യങ്ങൾ വരെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കബി കബി ചൽത്ത ഹൈ, അതിപ്പോഴും കുറച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാനി വേ ലड़कियों को ജന്മ ദേന ഭി നഹീം ചാഹത്തെ, അപ്പം കുറച്ച് ആൾക്കാർ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ആ ജന്മം കൊടുക്കാതിരിക്കാൻ വരെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ലड़कियों के പ്രതി ഹീന ഭാവ് രഗന ടീക്ക് നഹി, അത് മാത്രമല്ല പെൺകുട്ടികളുടെ അടുത്ത് എന്താണ് ഹീനമായ മോശമായ പ്രവണതകൾ കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ലड़की एक जैसा है, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെയാണ്. लड़कियों को समानता का अधिकार मिलना चाहिए, അതുകൊണ്ട് പെൺകുട്ടികൾക്ക് സമാനമായ അവകാശം സ്വാതന്ത്ര്യമൊക്കെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് 2023 കഴിഞ്ഞ മാർച്ചിൽ, അതായത് 2023 നടന്ന പബ്ലിക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് ചർച്ച ചെയ്ത ഓരോ പോയിന്റുകളും മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ
എന്താണ് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് ആൻസർ നിങ്ങളുടെ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതാൻ ശ്രമിക്കണം. ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് നല്ലപോലെ അറിയുന്നുള്ളത് അത് എഴുതുക. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ വായിച്ച് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഭംഗിയായിട്ട് അറിയുക എന്നുള്ളത് ആ ക്വസ്റ്റ്യനാണ് ആദ്യം എഴുതുന്നതെങ്കിൽ അത് എഴുതുക. പക്ഷെ നമ്പർ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ 24 മാർച്ച് മാസത്തെ, അതായത് 2024 മാർച്ചിൽ വരുന്ന പബ്ലിക് പരീക്ഷ വളരെ എളുപ്പത്തിൽ, വളരെ ഭംഗിയായിട്ട്, വളരെ നല്ല മാർക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി വേണം നിങ്ങൾ പരീക്ഷയെ സമീപിക്കാനുള്ളത്. പരീക്ഷയെ ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. ആ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കി ഓരോ പാഠത്തിൻ്റെയും ആശയങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയ ആശംസകൾ. പരീക്ഷ എല്ലാവരും ഭംഗിയായിട്ട് എഴുതുക. ഹിന്ദിയെ ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങളുടെ രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നും ഒഴിവാക്കരുത്, ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാ കൂട്ടുകാർക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി.